ഹല്ലേലൂയ. ആരും പിണങ്ങരുത്, ആരും വെറുക്കരുത്. ഹല്ലേലൂയ. അവയെ നമുക്ക് ഇനി വചനത്തിലേക്ക് പോകാം. ആമേൻ. കുറച്ച് സമയം പോയാൽ നിങ്ങൾ ക്ഷമയോടെ ഇരിക്കണേ. നമുക്ക് പഠിച്ച ഭാഗത്തും പഠിച്ചു. മുന്നോട്ട് ശ്രദ്ധിക്കണേ. 7 മുദ്രകളെ കുറിച്ച് പഠിച്ചു. നമ്മൾ അവസാനം നിന്നത് എവിടെയാണ്? ആമേ അവസാനം അല്ലെങ്കിൽ തൃത്വത്തിൽ 3 വെളിപ്പെട്ടു. തൃത്വത്തിന് 1 കുറിച്ച് പഠിച്ചു. ഇത് ആമേ 3 ഒന്നാണെന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് അവസാന യുദ്ധമുണ്ടാകുമെന്ന് പഠിച്ചു. ആമേലെ ഗോഗ് മാഗോന്ന് യുദ്ധമുണ്ടാകും. ആ യുദ്ധത്തിൽ ആമേ ഇസ്രായേൽ ജനം തോറ്റു നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ വീണ്ടും പോകും, ഞങ്ങളെ കൊണ്ട് കഴിയത്തില്ല, ആമേ ഇതിനെ പിടിച്ചു നിർത്താൻ കഴിയത്തില്ല എന്ന് നിൽക്കുമ്പോൾ ആമേ ആമേ ആര് വരും? സ്വർഗത്തിൽ നിന്ന് യേശു ആമേ ഒരു മലയിലേക്ക് സിംഹാസനവുമായി അവൻ കുതിരപ്പുറത്ത് വരും. ആമേ ആ വേദഭാവമൊക്കെ നമ്മള് ആമേ വായിച്ചാണ്. കുതിരപ്പുറത്ത് ആമേ അവൻ വരും, രാജാവായി അവൻ വരും. എവിടെ വരും? അവൻ സിംഹാസനം ഇടും. ഒലിവുമലയിൽ അവൻ സിംഹാസനം ഇടും. ആമേ ഹാലേ. അപ്പോ ദൈവം ന്യായം വിധിക്കും. എപ്പോ? ആമേ യേശു സിംഹാസനവുമായി കടന്നു വരുമ്പോൾ അവൻ എന്ത് വിധിക്കും? ന്യായവിധിയിലേക്ക് അവസാന യുദ്ധം കടന്നു വരികയാണ്. അപ്പോ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം നമ്മൾ പഠിക്കേണ്ട ഭാഗം ഞാൻ വായിക്കാം. അതിന് 11 മുതൽ യേശു വന്നു കഴിഞ്ഞാൽ ഈ ഭൂമിയും ആകാശത്തിനെ കാണത്തില്ല. ഒന്ന് നിർത്തിക്കൊള്ളണേ. ഇത് നടക്കൂ? ഇത് സംഭവിക്കാനുള്ളതാണോ? ഈ ലോകം നശിക്കോ? ഈ ആകാശം ഭൂമിയൊക്കെ ഒഴിഞ്ഞു പോകും എന്ന് വിശ്വസിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഇതൊക്കെ ചുമ്മാ പറയുന്നതാണോ? എനിക്ക് പെട്ടെന്ന് ഉള്ളിലൊക്കെ കയറി വന്നു കേട്ടോ. ഇത് വചനം പറയുന്നു. ഈ ആകാശവും ഈ ഭൂമിയും ഒഴിഞ്ഞു പോകും. അവൻ പായ് ചുരുട്ടുന്നത് പോലെ അവൻ ഈ ആകാശത്തെ ചുരുട്ടിയെടുക്കും. വചനം പറയുന്നു ഇത് സംഭവിക്കും. വചനം പറഞ്ഞതൊക്കെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? നമ്മൾ 7 മുദ്രയിൽ പഠിച്ചു. ഹല്ലേലൂയ. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇത് ദൈവ പൈതങ്ങളെ, ഈ ആകാശവും നമ്മൾ ഈ കാണുന്ന ഭൂമിയും നമ്മൾ ഈ കാണുന്ന ആഡംബരവും ഈ ഉയർച്ചയും വളർച്ചയും ഇതെല്ലാം ഒഴിഞ്ഞു പോകും. ഇതെല്ലാം ആരുടെ മുമ്പിൽ വരും? യേശുവിന്റെ മുമ്പിൽ വരും. ഒറ്റ വാക്ക് മതി. അത്രത്തോളം അധികാരവും ശക്തിയുമുള്ള ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. മറന്നു പോകരുത്. പിശാചിനെ സൃഷ്ടിച്ചത് ദൈവമാകുന്നു. അവനെ വെട്ടി പിശാചെന്ന് പറഞ്ഞ് സാത്താനെന്ന് മുദ്രകുത്തി അവനെ വെട്ടി താഴെയിട്ടതും യേശുവാകുന്നു. കാരണം അവൻ നല്ലത് അല്ല എന്ന് ദൈവം കണ്ടതുകൊണ്ട് അവനെ ഈ ഭൂമിയിൽ തള്ളിയിട്ടപ്പോ ഇവിടെയുള്ള കുറെ ജനങ്ങൾ അവന്റെ പുറകെയായി. ഹല്ലേലൂയ. കുറെ ജനങ്ങൾ അവന്റെ പുറകെ പോയി. ഇന്ന് നിങ്ങൾ സംശയിക്കരുത്. ഈ ഭൂമി ഓടിപ്പോകും. സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. ഒന്ന് നിർത്തിക്കൊള്ളേ സിസ്റ്റർ. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. അവയെ പിന്നെ കണ്ടില്ല. സംശയിക്കരുത്, കാണത്തില്ല. മരിച്ചവർ ആപാലവൃത്ത സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. ആരെ കണ്ടു? മരിച്ചവർ, മരിച്ചു പോയവർ. എല്ലാവരും മരിച്ചു പോയവരും ജീവിച്ചിരിക്കുന്നവരും പാപം ചെയ്തവരും വിഗ്രഹത്തെ ആരാധിച്ചവരും കുമ്പിട്ടവരും സേവിച്ചവരും ചോദിച്ചറിയാൻ പോയവരും പാപത്തിലേക്ക് പോയവരും തെറ്റിപ്പോയവരും വചനത്തിൽ നിന്ന് തെറ്റിപ്പോയവരും ഒക്കെ ആരുടെ മുമ്പിൽ നിൽക്കുന്നു? സിംഹാസനത്തെ പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു
ജീവന്റെ പുസ്തകം എന്ന് മറ്റൊരു പുസ്തകം തുറന്ന് അത് ഞങ്ങൾക്കുള്ളത്, നമുക്കുള്ളത്. എല്ലാവരും പറയണം, ജീവന്റെ പുസ്തകം. സ്നാനപ്പെട്ടവർ, അഭിഷേകം പ്രാപിച്ച്, അന്യഭാഷ പ്രാപിച്ച്, ആരാധിച്ച്, ദൈവവചനം കേട്ട്, ഇതുപോലെ പ്രസംഗം കേട്ട് അനുസരിക്കുന്നുള്ളവർക്ക്. വായിച്ചാട്ടെ, എനിക്ക് സമയമില്ല. പുസ്തകങ്ങൾ എഴുതിയെന്ന് ഒത്തവണ്ണ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പുസ്തകങ്ങൾ എഴുതിയെന്ന് ഒത്തവണ്ണ. കാരണം നീ ഒരു പാപം ചെയ്താൽ അത് ഏതോ പുസ്തകത്തിൽ എഴുതുകയാണ്. നീ ഒരു നന്മ ചെയ്താൽ അത് ഏതോ പുസ്തകത്തിൽ ദൈവം എഴുതിക്കൊണ്ടിരിക്കുകയാ. നീ ഒരു തെറ്റ് ചെയ്താൽ അത് എഴുതും. നീ ഒരു നല്ലത് ചെയ്താൽ അതും എഴുതും. ഹല്ലേലൂയ. അതാണ് പുസ്തകങ്ങൾ. നന്മയുടെ പുസ്തകം, തിന്മയുടെ പുസ്തകം. എനിക്കൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഞാൻ നന്മ ചെയ്യുന്നു എങ്കിൽ ആമേൻ, ഹല്ലേലൂയ, നീ ഞാൻ അറിയാതെ എന്റെ പിന്നാമ്പുറത്ത് എന്റെ നന്മകളെ കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയോ. ഞാനൊരു തെറ്റ് ചെയ്താൽ, ഞാൻ പാപത്തിൽ അകപ്പെട്ടു പോയാൽ, ഞാൻ മറ്റു രീതിയിൽ പാപത്തിലേക്ക് കടന്നു പോയാൽ എന്റെ പാപം എഴുതുവാൻ പിന്നാമ്പുറത്ത് ഒരാളുണ്ട്. ഹല്ലേലൂയ. മറന്നു പോയാൽ ഓട്ടിക്കുക. വായിച്ചാട്ടെ. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. അപ്പോ ന്യായവിധിയാണ് ഇവിടെ നടക്കുന്നത്. ഹല്ലേലൂയ. അപ്പോ ഞാൻ എന്ത് പാപമാണോ ചെയ്തത്, ഞാൻ എന്ത് തെറ്റാണോ ചെയ്തത്, എന്ത് നന്മയാണോ ചെയ്തത്, അതിനകത്തുള്ളൊരു വിധി ഉണ്ടായി. എല്ലാവരും കരമടിച്ച് ആരും ഉറങ്ങാതെ ആ ഒന്ന് ശക്തിയോടെ പെട്ടെന്ന് നിർത്താം. ആമേൻ. അനന്ത കരമടിച്ച് അന്യഭാഷ സാത്താനെ മാറിപ്പോയോ. കേൾക്കാതെ കണ്ണുകളെ കാതുകളെ വിട്ട് വിശ്വസിക്കുന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. അപ്പോ മരിച്ചു പോയവർക്കും ജീവനോടെ ഇരിക്കുന്നവർക്ക് എല്ലാവരും അവിടെ വന്നപ്പോ അതിന് ഒത്തവണ്ണം, നിന്റെ പ്രവൃത്തിക്ക് ഒത്തവണ്ണം, എന്റെ പ്രവൃത്തിക്ക് ഒത്തവണ്ണം എന്തുണ്ടായി? ന്യായവിധി ഉണ്ടായി. എന്താണ് ന്യായവിധി എന്ന് വായിക്കാം. വായിച്ചാട്ടെ. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്ത്. അതെന്താ അങ്ങനെ പറയുന്നേ? ആമേ, പിശാച് ഒന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ മുദ്രയിൽ കാണിച്ചു. സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത്, ഭൂമിയിൽ നിന്ന് കയറി വരുന്നത്, അല്ലെങ്കിൽ ആകാശത്തു നിന്ന്, സ്വർഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ആകാശത്തു നിന്ന് ഇറങ്ങി വരുന്നത് ഒക്കെയുണ്ട്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഏതൊക്കെ വിധത്തിൽ, ഏതൊക്കെ രീതിയിൽ, എങ്ങനെയൊക്കെ മരിച്ചവർ ഈ ആക്സിഡന്റ് വന്ന് മരിക്കുന്നു, വെള്ളത്തിൽ മുങ്ങിപ്പോ മരിക്കുന്നു, പലവിധമായ രോഗങ്ങൾ വന്ന് മരിക്കുന്നു. ഇതൊന്നും വെറുതെയല്ല, ഇതൊരു പങ്കാളിയുണ്ട്. ആ പങ്കാളിയുടെ പേരാണ് സാത്താൻ. ഹല്ലേലൂയ. നീ അറിയാതെ പെട്ടെന്ന് ആക്സിഡന്റ് കടന്നു വരുന്നു, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. നീ എങ്ങനെയോ പുറത്തു വരുന്നു. എന്തുകൊണ്ട്? അവിടെ ദൈവം അനുകൂലമായി ഇറങ്ങി വന്നതുകൊണ്ട് നിനക്കൊന്നും സംഭവിച്ചില്ല. ഇന്ന് പലവിധമായ ആക്സിഡന്റുകൾ, മരണങ്ങൾ, വെള്ളത്തിലുള്ള അപകടങ്ങൾ, തൂങ്ങി മരണങ്ങൾ, പലവിധമായ ആത്മഹത്യകൾ, കുത്ത്, കൊല, ഇതെല്ലാം സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഇതിനകത്തൊരു പങ്കാളിത്തമുണ്ട്. ആ പങ്കാളിയുടെ പേരാണ് സാത്താൻ. സാത്താൻ, സാത്താൻ, മരണമെന്ന ഭീഷണി, മരണമെന്ന സാത്താൻ. ഭക്തന്മാരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അന്ധകാര സാത്താൻ തകർന്നുകൊണ്ടിരിക്കുക. ഇനി വചനം ശ്രമിക്കുമ്പോൾ ചില സാത്താന്റെ മണ്ഡലങ്ങൾ നിന്നോട് ബാധിക്കുന്ന, നിന്നോട് കയർക്കുന്ന അന്ധകാര ശക്തികൾ തകരുന്ന സമയം ആ വചനത്തിലൂടെ. വാഹനം ഓടിക്കുമ്പോൾ കണ്ണിനകത്ത് ഇരുട്ട് കൊണ്ടിടുന്ന, കണ്ണും മറ പോലെ കടന്നു വരുന്ന കള്ള പിശാച് തകർന്നുകൊണ്ടിരിക്കുക. ഹറമന റീമ ഹറമന ഹറമന റീഠല വഠല റഷഠല വലവ റീഠവ വരഠല വര റഷഠല വരവരവര നീഠല ആർഷഠല വാരകന നീ കാലവ സഠല വരവന. ആരെ കാലന്റെ ശക്തി എന്തിനാ? കാലം മരണത്തിൽ വേണ്ടിയിരിക്കുന്ന മരണശക്തി, കാലന്റെ ശക്തി സാധനങ്ങളുടെ പിന്നെ മുഖത്ത് നിന്ന് ദൈവം പൂട്ടുക. സാത്താൻ
പുറത്ത് ഒരു കാലന്റെ ശക്തി. അതെന്താ കാലൻ? എപ്പോ വേണം അടിച്ചെടുത്തിട്ടുണ്ട് പോവാം. പിന്നെ എന്താ സംഭവിക്കും? മരണം സംഭവിക്കും. ഇന്ന് ഇതിനകത്ത് കാൽ ചവിട്ടിയ ദൈവ പൈതലേ, നിന്റെ പിന്നാമ്പുറത്തിരിക്കുന്ന ഒരു കാലന്റെ ശക്തിയെ, മരണത്തിന്റെ ശക്തിയെ ദൈവം തകർക്കുന്ന സമയമാണ്. നീ അറിയത്തില്ലാതെ, നീ കാണുന്നില്ലാതെ, നിന്റെ കണ്ണുകൾ ദർശിക്കുന്നില്ലാതെ ബന്ധിക്കപ്പെടുകയാണ്. ഇത് സംഭവിക്കോ ഇല്ലയോ? വിശ്വാസത്തോടെ പറ. ഈ ചങ്ങലയാൽ സാത്താൻ ബന്ധിക്കപ്പെടുമോ? ബന്ധിക്കപ്പെടത്തില്ലേ? ബന്ധിക്കപ്പെടും. ചങ്ങല ഉണ്ടോ? ഇല്ലേ? ചങ്ങല കണ്ടവരുണ്ടോ? യെസ്, ഹല്ലേലൂയ. ഞാനും കണ്ടിട്ടുണ്ട്. ചങ്ങല കൊണ്ട് പിശാചിനെ ബന്ധിക്കുന്നത് ചങ്ങല കൊണ്ട് ബന്ധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയുടെ സാത്താൻ ചങ്ങല കൊണ്ട് മനുഷ്യനെ ബന്ധിക്കുമ്പോൾ ദൈവം സാത്താനെ ചങ്ങലയിൽ ബന്ധിച്ച് തീപ്പൊയ്കയിൽ തള്ളിയിട്ടതിന് ശേഷം അവന് ദണ്ഡനം കൊടുക്കും. അതാണ് ഈ വിധി, നമ്മൾ കടന്നു പോകുന്ന വിധി, ന്യായ വിധി. ഹല്ലേലൂയ. അതുവരെ പിശാച് മനുഷ്യരുടെ പൂണ്ട് പറയാറ്. എന്താണ് പൂണ്ട് പറയാറുക? ബോൾ എടുത്തെറിയുന്ന പോലെ അങ്ങോട്ടൊരു തള്ളതള്ളും, ഇങ്ങോട്ടൊരു തള്ളതള്ളും, അങ്ങോട്ടൊരു ചവിട്ടും. കാരണം മനുഷ്യനെ കയ്യിലെടുത്ത് ഹല്ലേലൂയ പലതും ജീവിക്കുക, അവൻ രസിക്കുകയാണ്. എന്നാൽ അവനറിയാം അവനൊരു ന്യായവിധി ഉണ്ടെന്ന്. വായിച്ചാണേ. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. പാതാളവും തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു. അപ്പോ സമുദ്രം പലവിധമായി മരണപ്പെട്ട പല ശക്തികളെയും തന്നിലുള്ള മരിച്ചവരെ ആരുടെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്തു? ന്യായവിധി സമയത്ത്. മനസ്സിലാക്കണം, ന്യായവിധി സമയത്ത് സിംഹാസനത്തിൽ എന്റെ ദൈവം ന്യായം വിധിക്കുവാൻ പുസ്തകവുമായി തുറന്ന്, അന്ന് അനേക പേർക്കാണ് കേട്ടോ പുസ്തകമായ അധികാരം കൊടുക്കും. ദൈവം ന്യായം വിധിക്കായി ദൈവം ചിലർക്ക് അധികാരങ്ങളെ കൊടുക്കും, ദൂതന്മാർക്ക് അധികാരങ്ങളെ കൊടുക്കും. അവർ ഇങ്ങനെ പുസ്തകമായി ഇരിക്കും. അല്ലെങ്കിൽ ദൈവം ഓർഡർ ചെയ്യും, ഓർഡർ ഇടും. അപ്പോൾ ഇവരുടെ മുമ്പിൽ എന്ത് ചെയ്യുന്നു? ഇവരെ എല്ലാം ഏൽപ്പിച്ചു കൊടുക്കും. ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ടായി. അതിനെല്ലാം ഒറ്റയാളല്ല ചെയ്യുന്നത്. എപ്പോൾ തീരുമെന്നും ചിന്തിക്കേണ്ട. ദൈവം വചനം പറഞ്ഞു ചിലരെ ഏൽപ്പിച്ചു കൊടുക്കും, ന്യായവിധിക്കായിട്ട് അധികാരത്തെ ഏൽപ്പിച്ചു കൊടുക്കും. ഇങ്ങനെ നിർത്തിയിട്ട് ഓരോ ദൂതന്മാരെ ഓരോ വിധിക്കായി ഏൽപ്പിക്കും. വായിച്ചാട്ടെ. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ആമേൻ. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, ഈ മനുഷ്യനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എന്തുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ റിപ്പീറ്റ് ചെയ്തിരിക്കുക. കാരണം അറിഞ്ഞുകൂടാത്തവരുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം അറിഞ്ഞുകൂടാത്തവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ്ടും ഇതിനെ റിപ്പീറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു മരിച്ച അല്ലെങ്കിൽ മരിച്ചു പോകുന്നത് അല്ലെങ്കിൽ പലവിധമായ ആക്സിഡന്റ് ഇട്ട് മരിച്ച് അയ്യോ പെട്ടെന്ന് ഇത് സംഭവിച്ചു, അയ്യോ ഈ വ്യക്തിക്ക് പെട്ടെന്ന് ഒരു അറ്റാക്ക് കടന്നു വന്നു, ഇത് ഒരു കുഴപ്പമില്ലായിരുന്നു. ഹല്ലേലൂയ. പിശാച് ശക്തികളിലൂടെ അവരെ കൊണ്ട് ഈ ശക്തികൾ തന്നെയാണ് ഈ ആത്മാവിനെ ബന്ധിച്ചിരിക്കുന്നത്. നമ്മൾ ഇതൊക്കെ പഠിച്ചതാ. ഈ ശക്തി തന്നെ ഈ ആത്മാവിനെ കൊണ്ടുപോകുമ്പോൾ ഈ ആത്മാവിനെ ബന്ധിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ശക്തിയോടെ. അപ്പൊ ആ ശക്തികളാണ് ഈ ന്യായവിധി സമയത്ത് ഇവിടെ ദൈവത്തിന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ദുരാത്മാക്കളെ അല്ലെങ്കിൽ മരിച്ചുപോയ ആത്മാവിനെ, അത് ഏത് ആത്മാവാകട്ടെ, ഒരുപക്ഷെ സ്നാനപ്പെട്ടവർ, ഒരു തെറ്റിപ്പോയവർ, അല്ലെങ്കിൽ
ഏൽപ്പിച്ചു കൊടുക്കും എന്നാണ് ഇവിടെ വചനം പറയുന്നത്. അതൊന്നുകൂടി വായിച്ചാൽ അവർ മനസ്സിലാകട്ടെ. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. അതിന് മുമ്പായിട്ട് സിസ്റ്ററെ, സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. സമുദ്രം തന്നിലുള്ളവർ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു. മരണശക്തികൾ പാതാളശക്തിയിലും പതിവുമായ രോഗങ്ങളിട്ട് കൊണ്ടുപോയ തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. ഓരോരുത്തരും അവന്റെ പ്രവൃത്തികൾക്ക് തക്കുള്ള വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. മരണത്തെയും, ഇതാണ് നമുക്കിനി പഠിക്കേണ്ടത്, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിലേക്ക് തള്ളിയിട്ടു. ഹല്ലേലൂയ. ആകെ വായിച്ചു തീർത്താട്ടെ. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ജീവന്റെ പുസ്തകത്തിൽ, ഹല്ലേലൂയ, ഒന്ന് കൈയടിച്ചാട്ടെ. നിങ്ങൾ ആരെയും ഉറക്കത്തിൽ കഴിയണം. ഇന്ന് ഉറക്കം ഞാൻ സമ്മതിക്കുന്നില്ല. കരവടിച്ച് ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാത്താനെ മാറിപ്പോ. സാത്താൻ ദുരാത്മാവിന്റെ ശക്തികൾ, ചില ദുരാത്മാവിന്റെ ശക്തികൾ, ഈ സമയങ്ങളിൽ ശരീരങ്ങളെ ക്ഷീണിപ്പിക്കുന്ന ചില ദുരാത്മാക്കൾ മാറിപ്പോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ഓർക്കരുത്. ഹല്ലേലൂയ. അപ്പൊ മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. എന്താണ് ഈ തീപ്പൊയ്ക? എല്ലാവരും പറയാം. ഈ തീപ്പൊയ്ക, ഈ ന്യായവിധിക്ക് വരുന്ന ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം തന്നെ. നമ്മൾ ആദ്യം ഒന്നും 80 വയസ്സ്, 70 വയസ്സ്, 100 പോട്ടെ, 110 ആവട്ടെ, 110 വയസ്സ് മരിക്കുമോ? ഈ ശരീരം വിട്ട് പുറത്തു വരുമോ? ഈ ശരീരം മണ്ണിനോട് ചേരുമോ? അത് ഒന്നാമത്തെ മരണം. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നു നിനക്ക് രണ്ടാമത്തെ മരണം വേണ്ട എന്ന്. ഹല്ലേലൂയ. ആരാഗ്രഹിക്കുന്നു? ഉച്ചത്തിൽ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആരാഗ്രഹിക്കുന്നു? ദൈവം പറയുന്നു നിനക്ക് രണ്ടാമത് മരണം വേണ്ടെന്ന്. വചനപ്രകാരം ഒന്നാമത് നമ്മൾ മരിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ മരിക്കൂല കേട്ടോ. ഞാൻ പറയുന്നു, ഞാൻ മരിക്കൂല, എനിക്ക് മരിക്കാൻ പേടിയാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒളിച്ച് നടക്കും. പറ്റുമോ? ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത് എനിക്ക് ഈ ആരോഗ്യം കാണുമോ? എനിക്ക് കണ്ണിന് കാഴ്ച കാണുമോ? എന്റെ മുടിയിൽ നിറവുണ്ടായിരിക്കുമോ? എന്റെ പതിന് ബലം കാണുമോ? ഇതെല്ലാം ക്ഷയിച്ചു പോകും. ഇതെല്ലാം ക്ഷയിച്ചു വരുമ്പോ നാം ഒന്നാമതൊന്ന് മരിക്കൂലേ? മരിക്കാത്ത ആർക്കൊക്കെ ആഗ്രഹമുണ്ട്? പിള്ളേരുടെ കേട്ട പിള്ളേരെ എനിക്ക് മരിക്കണ്ടെന്ന് പറയും. പക്ഷേ ഇതിൽ നിന്ന് ഒളിക്കാൻ ആർക്കും പറ്റത്തില്ല. 80 70 പോട്ട് 100 പോട്ട് 180, പക്ഷെ 150 70 ആകുമ്പോഴേ നമ്മൾ പറയും, ഓഹോ വയ്യ അപ്പ, ഇനി നീ എന്റെ കാലത്തെ അങ്ങ് ശേഷിച്ചു കൊള്ളണമേ, നീ എന്നെ അങ്ങ് എടുക്കണമേ പറഞ്ഞു തുടങ്ങും. കാരണം നമ്മുടെ ശരീരത്തിന്റെ ഈ ഇന്നത്തെ ആരോഗ്യം നാളെ നന്ന് കിട്ടത്തില്ല. കിട്ടുമോ? അങ്ങോട്ട് ഇപ്പൊ നമ്മൾ മുഖത്തൊക്കെ കാണിച്ച് പൊട്ടിച്ചാൽ വയ്ക്കും. അന്ന് നമുക്ക് മക്കൾ അല്ലെങ്കിൽ ചെറുമക്കൾ എന്ത് ചെയ്യണം? പൊടിച്ച് തരണം. ഇല്ലേ? പൊടിച്ച് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പറയുമ്പോ അവൻ എന്നോട് സ്നേഹമൊന്നുമില്ല. നമുക്ക് വിഷമം കൂടുവോ? കൂടത്തില്ലേ? നമ്മൾ പറയും, എന്റെ അപ്പാ നീ അങ്ങനെ എടുക്കണമേ. ഹല്ലേലൂയ. നിന്റെ നല്ല സമയത്ത് നീ നല്ലത് കൊയ്തെടുക്കണം. ഹല്ലേലൂയ. നിന്റെ നല്ല ആരോഗ്യമുള്ള സമയത്ത് നീ നല്ല ജോലി ചെയ്യണം. ഹല്ലേലൂയ.
അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രമിച്ചാലും പറ്റത്തില്ല. അമ്മേ അമ്മേ നമുക്ക് അമ്മയെ മടങ്ങി വരാം. വായിച്ചാട്ടെ സിസ്റ്റർ. അപ്പോൾ ഒന്നാമത്തെ മരണം. അപ്പൊ നമ്മൾ എല്ലാവരും എന്താണ്? നമ്മൾ ഒന്നാമത്തെ മരണം നാം പങ്കുള്ളവരാണ്. അത് പങ്കുവഹിക്കും. അതാരും എല്ലാം ആരും വേണ്ടെന്ന് പറഞ്ഞാലും അത് ഈ പങ്കാളിയാണ്. ഹല്ലേലൂയ. എന്നാൽ വചനം പറയുന്നു നിനക്ക് രണ്ടാമത്തെ മരണം വേണ്ട. നിനക്ക് രണ്ടാമത്തെ മരണം വേണ്ട. രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത് അത് തീപ്പൊയ്കയാണ്. അതെന്താണ്? അത് തീപ്പൊയ്കയാണ്. കെടാത്ത തീയാകുന്നു, കെടാത്ത അഗ്നിയാകുന്നു. അവിടെ എന്തൊക്കെ ഉണ്ട്? അത് കേട്ടാൽ നീ പോകത്തില്ല. നീ പറയൂ, അയ്യോ എനിക്ക് അവിടെ പോട്ടെ. നീ ഇവിടെ കാണുന്നൊന്നും അവിടെ കാണത്തില്ല. നിനക്ക് ആപ്പിള് കിട്ടത്തില്ല. ഒന്ന് പോട്ട് പഴകഞ്ഞി പോലും കിട്ടത്തില്ല. ഈ പള്ളി തന്നെ പയറും കഞ്ഞി പോലും നിനക്ക് കിട്ടത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇച്ചിരി വെള്ളം ചോദിച്ചാൽ തരത്തില്ല. ആമേൻ. ധനവാൻ നിലവിളിച്ചു, ലാസറേ, ലാസറേ, എനിക്ക് ദാഹിക്കുന്നു, എന്റെ നാവിനെ നീ ഒന്ന് തണുപ്പിക്കേ. പറഞ്ഞോ? ഇല്ലേ? പറഞ്ഞില്ലേ സിസ്റ്ററെ? വിളിച്ചില്ലേ? സഹോദര വിളിച്ചില്ലേ? വിളിച്ചു, വിളിച്ചു, വിളിച്ചു. എന്റെ തൊണ്ടയെ ഒന്ന് തണുപ്പിക്കണമേ. കിട്ടത്തില്ല. ഡ്രസ് കിട്ടത്തില്ല. കാരണം നിന്റെ ശരീരം കാണാൻ പറ്റത്തില്ല. എന്തെന്നറിയാമോ?